രാഹുൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മാന്യമായ വസ്ത്രം ധരിക്കണമെന്നോ? ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭംഗി അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി എക്സ്പോസ് ചെയ്യാനുള്ളതല്ല. നല്ല ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അവിടെ ആളുകൾ എത്തിയിരിക്കും. നമുക്ക് ആരുടെയും കണ്ണ് മൂടി കെട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയായ ഞാൻ തന്നെ പറയുന്നു, രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ഹായ്, മുബീന നിജാസ് ആണ്. രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. അത് കേട്ടതും മീഡിയ അദ്ദേഹത്തെ ഇപ്പൊ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്? പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കണം, പ്രത്യേകിച്ച് സാരി നല്ല വൃത്തിയിൽ ഉടുക്കണം. രാഹുൽ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? മാന്യമായ വസ്ത്രം ധരിക്കണമെന്നോ? ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു? പണ്ട് മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത സ്ത്രീകൾ അതിന് ഫ്രീഡം കിട്ടിയപ്പോൾ ഇന്നത് തുറന്നു കാണിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നു. ഈ സമയത്താണോ രാഹുൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, മീഡിയയിലുള്ള ചില പുരോഗമനവാദികൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. രാഹുൽ ഈശ്വർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, പബ്ലിക്കിലേക്ക് പോകുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് തെറ്റാണോ ശരിയാണോ? ആസ് എ വുമൺ, ആസ് എ മദർ, ആസ് എ പേഴ്സൺ, ഞാൻ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് 100 അല്ല 200% യോജിക്കുന്നു. അതെ, ഒരു സ്ത്രീയായ ഞാൻ പറയുന്നു, രാഹുൽ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഫ്രീഡം നൽകിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം, അത്രേ എനിക്കും പറയാനുള്ളൂ. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്, സാധാരണക്കാരായിട്ടുള്ള നമ്മൾ സ്ത്രീകൾ ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. മുഴുവനായി മൂടിയിട്ടും പകുതി മൂടിയിട്ടും അല്ലാതെയും ഒക്കെ. ഇതിൽ നല്ലത് ഏതാ മോശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ത്രീകൾ മറക്കേണ്ട ഭാഗങ്ങൾ നല്ല വൃത്തിയിൽ മറച്ചു പോവുകയാണെങ്കിൽ അത് നല്ല വസ്ത്രം. അതേസമയം മറയ്ക്കാതെ അല്ലെങ്കിൽ അത് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ അത് മോശം എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ വസ്ത്രത്തിന്റെ നിറമോ അതിന്റെ ഭംഗിയിലൊന്നുമല്ല നമ്മൾ നിശ്ചയിക്കുന്നത് അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. ധരിക്കേണ്ട രീതിയിലാണ്. നമ്മൾ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ വിലയിരുത്തുന്നത് ആദ്യ നോട്ടത്തിൽ ആ വസ്ത്രത്തിലായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ചെയ്ത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു 90% ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ബോച്ചെ പറഞ്ഞതുപോലെ ഡബിൾ മീനിങ് ഒന്നും കേൾക്കേണ്ടി വരാറില്ല. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ. ഇത്രയും ഭംഗിയും കഴിവുമുള്ള മഞ്ജു വാര്യർ ഇപ്പൊ പുറത്തേക്ക് ഏതെങ്കിലും ഷോ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒരു ഇനോഗ്രേഷന് പോവുകയാണെങ്കിൽ ധരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മാന്യമായിട്ടാണ്. ഈവൻ സ്ക്രീനിൽ പോലും അവർ നല്ല വസ്ത്രം മാത്രമേ ധരിക്കാറുള്ളൂ. അതേപോലെ സായി പല്ലവി, ഇത്ര വലിയ സ്റ്റാർ ആയിട്ട് പോലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനറിസം. അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ എന്ന് കരുതി മറ്റുള്ളവരെ മോശമാക്കുകയല്ല കേട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. പക്ഷേ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ധരിക്കേണ്ട വസ്ത്രധാരണം, അതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ. കാരണം നമ്മുടെ കേരളമാണ് ഇത്. എന്താ നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ USA ഒന്നും അല്ലല്ലോ. നമ്മുടെ കേരളത്തില് നമ്മുടെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഇറങ്ങുമ്പോൾ ധരിക്കേണ്ട വസ്ത്രധാരണം അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതിൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു, പൂർണ്ണമായിട്ടും. സാധാരണ സ്ത്രീകൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രം അത് ഏതുമായിക്കോട്ടെ, അത് അത്ര വലിയ ഇമ്പാക്റ്റ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷെ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവരെല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവര് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അവിടെ വരുന്നവർ മാത്രമല്ല, അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്നു. അത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളടക്കം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവർ തന്നെയല്ലേ സിനിമയിൽ മോശമായി വസ്ത്രം ചെയ്യുന്നതെന്ന്. ശരിയാണ്, അവർ സിനിമയിൽ പല വസ്ത്രങ്ങളും ധരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ തന്നെ പബ്ലിക്കിൽ വരണമെന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ തന്നെ വരണമെന്നുണ്ടോ? അതൊരു കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്നു, അത് ഡിഫറെന്റ്. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും സ്ക്രീനിലുള്ള വസ്ത്രവും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിൽ ചെയ്യുന്ന വസ്ത്രവും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മളൊരാളെ വിലയിരുത്തുന്നത് തന്നെ അവരുടെ സ്വഭാവം, അവരുടെ വസ്ത്രധാരണം ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വലിയ പുരോഗമനം പറയുന്ന പല ആളുകളെ ഞാൻ കണ്ടു, ഈവൻ ന്യൂസ് റീഡേഴ്സിനെ വരെ. അതായത് നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രത്തെ പറ്റിയിട്ട് ഇതുപോലെ അഭിപ്രായം പറയാനെന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവരുടെ വീടുകളിലുള്ള സ്ത്രീകൾ ഇതുപോലെ മോശമായ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? സമ്മതിക്കുമായിരിക്കും കുറച്ചു പേരെങ്കിലും, പക്ഷെ എല്ലാവരും സമ്മതിക്കില്ല. ഈ സംസാരിക്കാൻ മാത്രം എല്ലാവർക്കും പറ്റും, പക്ഷെ പ്രാക്ടിക്കലി ഒന്നും പറ്റത്തില്ല. അതാണ് സത്യം. നമ്മളെ പോലുള്ള
വീട്ടിലുള്ള കുടുംബിനികൾക്കും അല്ലെങ്കിൽ പബ്ലിക്കിനും പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ഓരോ വീഡിയോയിലും കമന്റിലും വന്നിട്ടുണ്ട്. അത് തന്നെയാണ് രാഹുലും പറയുന്നത്. പബ്ലിക് പറയുന്നത് കേൾക്കൂ. അപ്പൊ അതിൽ ചില ന്യൂസ് റീഡേഴ്സ് പറയുന്നുണ്ട്, പബ്ലിക് പറയുന്നതല്ലോ കേൾക്കേണ്ടത്, ഇവിടുത്തെ റൂൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ ഫ്രീഡവും നമുക്കുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെയാണ്. പുരുഷന്മാര് പ്രത്യേകിച്ച് നല്ലവരുമുണ്ട്, മോശമായവരുമുണ്ട്. സ്ത്രീകളെ നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുമുണ്ട്. പുരോഗമന ചിന്താഗതിയുള്ള ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, നിങ്ങളുടെ ചിന്താഗതി മാറ്റൂ, പ്രത്യേകിച്ചും പുരുഷന്മാരോട്. ഞങ്ങൾ ശരീരഭാഗം കാണിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നോക്കുന്നത് എന്നൊക്കെ. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ശരി വികാരമുള്ള ആളുകളാണ്. നമുക്ക് ആരുടെയും കണ്ണ് മൂടി കെട്ടിയിട്ട് നടക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ണടച്ചിരുന്നോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് നോക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? അപ്പൊ അവര് നോക്കും, ചിലപ്പോൾ വിമർശിക്കും. വിമർശനത്തിന് നമുക്ക് അവകാശമുണ്ട്, നല്ല രീതിയിൽ കേട്ടോ, മാന്യമായിട്ടുള്ള രീതിയിൽ. അല്ലാതെ ബോച്ചനെ പോലെ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ ഡബിൾ മീനിങ് പറയാൻ പാടില്ല. ഈ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ബോച്ച പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു. ചിലരൊക്കെ സ്ക്രീനിന്റെ ഉള്ളിലും അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ്സ് തമ്മിൽ സംസാരിക്കുന്ന ഡബിൾ മീനിങ് ഒക്കെ ഒന്ന് കാണണം. ഒന്നും പുറത്തേക്ക് വരുന്നില്ല. സിനിമകളിൽ എന്തിന്, ബിഗ് ബോസിൽ പോലും എത്ര ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ശരിയല്ലേ? പക്ഷെ ഇവിടെ ബോച്ച എന്ത് ചെയ്തു, ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു. അതും ഒന്നും രണ്ടും അല്ല, പലതവണ. പുള്ളി അത് ചോദിച്ചു വാങ്ങിയതാണേ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഡബിൾ മീനിങ് ആയാലും എന്ത് മീനിങ് ആയാലും ശരി, നമ്മൾ അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. എത്രയോ താരങ്ങൾ വന്ന് ഇതുപോലെ ഇനോഗ്രേഷൻ ചെയ്തിട്ട് പോകുന്നുണ്ട്, ഷോസ് നടത്തുന്നുണ്ട്. അവർക്ക് ആർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി അധികം വന്നിട്ടില്ല, ശരിയല്ലേ? ഇത്രയും എന്താ പറയാ, വൾഗാരിറ്റിയിലേക്ക് അവർ പോയിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ ദൈവം തന്ന കുറെ നല്ലതുകൊണ്ട് മോശമുണ്ട്. അപ്പൊ നല്ലതാണെങ്കിൽ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അല്ലാതെ അതിങ്ങനെ മാക്സിമം ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ് ചെയ്യാതിരിക്കുക. അതാണ് ഇപ്പോഴത്തെ വലിയൊരു കുഴപ്പം. എനിക്ക് നല്ല ഭംഗിയുണ്ട്, എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്, എന്നാൽ അതങ്ങ് എക്സ്പോസ് ചെയ്തേക്കാം, അത് മാക്സിമം ആളുകളെ കാണിച്ച് യൂട്ടിലൈസ് ചെയ്യാം. അത് ശരിയല്ല, അതെനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് എന്തെങ്കിലും ദൈവം നല്ലത് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ കാണിക്കാതെ കൊണ്ടുപോവുക. അതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. അതുകൊണ്ട് എന്ത് നേട്ടമാണ്, ഒന്ന് ഇപ്പൊ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇനോഗ്രേഷൻ കിട്ടും എന്നുള്ളൊരു ചിന്ത. കാരണം ആളുകൾ വരികയല്ലേ, ആളുകൾ കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ഇനോഗ്രേഷൻ വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ വരും, പ്രത്യേകിച്ച് പുരുഷന്മാർ വരും. അത് നെഗറ്റിവിറ്റിയാണ്, ആക്ച്വലി ഇറ്റ്സ് നെഗറ്റീവ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഓണേഴ്സാണ്, ആ ഒരു സ്ഥാപനത്തിന്റെ ഓണേഴ്സാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? എനിക്ക് അവരെയും പറയാതെ വയ്യ. പ്ലീസ് കുറച്ചെങ്കിലും നിങ്ങൾ കോമൺ സെൻസും പബ്ലിക്കിനോടൊരു കുറച്ച് ആത്മാർത്ഥത കാണിക്കൂ. ബിസിനസ് വേണം, മാർക്കറ്റിംഗ് ഒക്കെ ശരിയാണ്, പക്ഷെ ഇതേപോലെ ഓരോന്ന് ചെയ്തിട്ടല്ല. ഈവൻ നമ്മൾ പണം ഉണ്ടാക്കണം, പണം ഉണ്ടാക്കേണ്ടെന്നല്ല, അത് നല്ല രീതിയിൽ പണം ഉണ്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല ഭംഗിയുള്ള ഫേസ്, നല്ല ഭംഗിയുള്ള ശരീരമാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഈ വീഡിയോ ഞാനിന്ന് ചെയ്യാൻ കാരണം തന്നെ, രാഹുൽ ഈശ്വറിനെ ഒരുപാട് ആൾക്കാർ വട്ടം കൂടി അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു, പ്രത്യേകിച്ച് മീഡിയയിൽ. അതിനോട് ഒട്ടും യോജിപ്പില്ല കേട്ടോ. അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിൽ ഇത്ര എന്താ പറയാ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്? ഇവിടെ പബ്ലിക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. അതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഓരോ വീഡിയോസിന്റെയും കമന്റ് ബോക്സ് എടുത്ത് വായിച്ചു നോക്കൂ, പബ്ലിക്ക് പറയുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നതിനോട് 99% ആളുകളും യോജിക്കുന്നു. അതാണ് സത്യം. നല്ല ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് നല്ല വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അവിടെ ആളുകൾ എത്തിയിരിക്കും. അതല്ലാതെ എക്സ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ശരീരഭാഗം കാണിച്ചോ ആളെ കൂട്ടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യണം എന്ന് കരുതിയിട്ടല്ല ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ രാഹുൽ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. അതിന്റെ വിശദീകരണം തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.